നമസ്കാരം. വയനാട്ടിൽ ഉരുൾപൊട്ടി കുറെ പേര് മരിച്ചിട്ടുണ്ട്. അവിടെ കുറെ പേരെ കാണാതായിട്ടുണ്ട്. അവരുടെ വീടും സ്ഥലവും ഒക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. പാലം ഒലിച്ചു പോയിട്ടുണ്ട്. റോഡ് ഒലിച്ചു പോയിട്ടുണ്ട്. വലിയ അപകടമാണ് വയനാട്ടിൽ നടന്നിരിക്കുന്നത്. വർഷത്തില് വയനാട്ടില് അല്ലെങ്കിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഉരുൾപൊട്ടുന്നുണ്ട്. നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോ ഈ സമയത്ത് ഇത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ജിയോളജിസ്റ്റുകൾക്ക് ഈ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്താനുള്ള സംവിധാനം ഇല്ലേ എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ വയനാട് പോലുള്ള അല്ലെങ്കിൽ ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ അവിടുത്തെ മണ്ണിന്റെ സ്വഭാവങ്ങളെല്ലാം ആ മേഖലയിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. മഴ വളരെ ശക്തമാണ് എന്നറിയാം. ഈ മഴ ഇത്രയും ശക്തമാകുന്ന സന്ദർഭങ്ങളിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യത മുൻനിർത്തിയിട്ട് ഈ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകളെ വല്ല ക്യാമ്പുകളിലേക്കും മറ്റും മാറ്റാനുള്ള സംവിധാനം എന്തുകൊണ്ടാണ് നമ്മുടെ അധികൃതർക്ക് ഇതുവരെയായിട്ടും തോന്നാത്തത് എന്നാണ് എന്റെ ചോദ്യം. ഇപ്പൊ ഉരുൾപൊട്ടി കുറെ പേരുടെ ജീവൻ പോയി, വീടും സ്വത്തും സംവിധാനങ്ങളെല്ലാം പോയ സമയത്ത് ഇനി ക്യാമ്പ് തുറന്ന് കുറെ ആളുകളെ അങ്ങോട്ട് മാറ്റും. മരിച്ചവർ മരിച്ചു. ഇപ്പോ പെട്ടിമുടി ദുരന്തം, ഈ പറഞ്ഞ കവളപ്പാറ ദുരന്തം, ഇപ്പൊ വയനാട്ടിലെ തന്നെ രണ്ടാമത്തെ ഇതിനു മുമ്പ് ഒരു തവണ ഉണ്ടായി. അതിനുശേഷം ഇപ്പോ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ജിയോളജിസ്റ്റുകൾക്ക് അവർക്ക് കൃത്യമായിട്ട് ഈ മണ്ണിന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഉരുൾപൊട്ടാനുള്ള സാധ്യതയുള്ള മേഖലകൾ വളരെ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ മഴ ശക്തമാകുന്ന സമയത്ത് ഈ ആളുകളെ ഒരു ക്യാമ്പിലേക്ക് മാറ്റിയാൽ പോരെ? നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുണ്ടെങ്കിൽ ഇതിന് താഴെ കമന്റ് ഇടണേ. കാരണം അതൊന്നും ഒരു മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു ആശയമാണ്. കാരണം ഒരുപക്ഷെ കുറെ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ അതുവഴി സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പം മഴ കണക്ക്, ഉദാഹരണത്തിന് ഈ വയനാട് തന്നെ, വയനാടിന്റെ മലയോര മേഖലകള്, ഉരുൾപൊട്ടാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഈ കർണാടക വനാതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, ലയങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് ജിയോളജിസ്റ്റുകൾക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ആ ഭാഗങ്ങളിലുള്ള ആളുകളെ വളരെ നേരത്തെ തന്നെ മാറ്റിപ്പാർപ്പിച്ച് അവരുടെ ജീവനെങ്കിലും ബാക്കിയാകും. അവർക്ക് പിന്നീടെങ്കിലും സ്വത്തുവകകളോ മറ്റു സംവിധാനങ്ങളോ ഒക്കെ നഷ്ടപ്പെട്ടാൽ തന്നെയും സർക്കാരിന്റെ സഹായം ഉണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഒരു പുതു ജീവിതം ലഭിക്കും എന്ന ഒരു ആശയമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നവരൊന്ന് പറയുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ ഈ മുന്നോട്ട് വെച്ച ഈ ആശയത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യണം. സർക്കാർ സംവിധാനം ഇതൊന്ന് പരിശോധിക്കണം എന്നൊരു റിക്വസ്റ്റ് ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ഇങ്ങനെ ഒരു സംവിധാനം നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ ഇനിയുള്ള അപകടങ്ങളിലെങ്കിലും നമുക്ക് ജീവൻ പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും.